ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ATM കാർഡ് എങ്ങനെ ആക്റ്റീവ് ചെയ്യാം, അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ATM പിൻ മറന്നു പോയവർക്ക് ATM പിൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ വീഡിയോ കാണിക്കുന്നത്. ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ATM കാർഡ് പോസ്റ്റിൽ വഴി സാധാരണ ഫെഡറൽ ബാങ്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന ATM കാർഡ് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കാർഡ് ആക്റ്റീവ് ചെയ്യേണ്ടതാണ്. കാർഡ് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി നിരവധി മാർഗ്ഗങ്ങളുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ATM വഴിയോ, അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ നമ്പറിലേക്ക് വിളിച്ചോ, അതുമല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ഇ പോയിൻ്റ് എന്നുള്ള വെബ്സൈറ്റ് വഴിയോ നമുക്ക് കാർഡ് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കും. ഫെഡ് ഇ പോയിൻ്റ് വെബ്സൈറ്റ് വഴി എങ്ങനെ കാർഡ് ആക്റ്റീവ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഇത്തരത്തിൽ കാർഡ് ആക്റ്റീവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. അവിടെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാർഡ് ആക്റ്റീവ് ചെയ്ത കാർഡായിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക്, വിദേശത്ത് ഇരുന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാർഡ് പോസ്റ്റിൽ ലഭിച്ച ആളുകൾക്ക് അവരുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർഡ് ആക്റ്റീവ് ചെയ്യേണ്ടതാണ്. ഞാൻ വീഡിയോ കാണിച്ച പ്രകാരം ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായി കാർഡ് ആക്റ്റീവ് ചെയ്യാനും അതിനുശേഷം ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ATM പിൻ മറന്നു പോയവർക്ക്, ഒരുപാട് കാലം ATM കാർഡ് ഉപയോഗിക്കാതെ വെച്ച് പിന്നീട് ATM പിൻ മറന്നു പോയവർക്ക് ഞാൻ ഈ വീഡിയോ കാണിച്ച പ്രകാരം ATM പിൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല, അതിൻ്റെ ATM പിന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് ഫെഡ് ഇ പോയിൻ്റ് വെബ്സൈറ്റ് വഴി നമ്മുടെ ATM പിൻ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ATM ആക്റ്റീവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. വീഡിയോ കിടക്കുന്നതിന് മുമ്പായി കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിലും പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാറുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ നോക്കിയിട്ടുള്ള ഫെഡ് ഇ പോയിൻ്റ് വെബ്സൈറ്റ് വഴിയോ, അല്ലെങ്കിൽ ഗൂഗിളിൽ ഫെഡ് ഇ പോയിൻ്റ് സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന ഫെഡ് ഇ പോയിൻ്റ് ഫെഡറൽ ബാങ്ക് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തോ ഫെഡ് ഇ പോയിൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ തുറന്നുള്ള ഫെഡ് ഇ പോയിൻ്റ് വെബ്സൈറ്റിൻ്റെ ഹോം സ്ക്രീനിൽ നിരവധി സർവീസുകൾ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ പോപ്പുലർ സർവീസസിൻ്റെ താഴെ ഡെബിറ്റ് കാർഡ് പിൻ സെറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള പുതിയ ATM കാർഡ് ആക്റ്റീവ് ചെയ്യാനും നിലവിലുള്ള ATM കാർഡ് പിന്നെ ചേഞ്ച് ചെയ്യാനുള്ള തന്നെ ഈ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. തുറന്നു വരുന്ന ഡെബിറ്റ് കാർഡ് പിൻ സെറ്റ് എന്നുള്ള പേജിൽ ഫെഡ് ഇ പോയിൻറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി 3 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചോ, മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ ഐ ഡി ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ലോഗിൻ ചെയ്യാം. കസ്റ്റമർ ഐ ഡി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഗിൻ വിത്ത് കസ്റ്റമർ ഐ ഡി എന്നുള്ള പേജ് വരുന്നതാണ്. ഇവിടെ കസ്റ്റമർ ഐ ഡിയും കാപ്ചയും എൻ്റർ ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇനി അതല്ല, മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന ലോഗിൻ വിത്ത് മൊബൈൽ നമ്പർ എന്നുള്ള പേജിൽ ആദ്യമായി കൺട്രി കോഡ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ബാങ്ക് രജിസ്റ്റർ ചെയ്ത നമ്പർ ഇന്ത്യൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടതില്ല. മറ്റ് രാജ്യത്തിൻ്റെ നമ്പർ ആണെന്നുണ്ടെങ്കിൽ കൺട്രി കോഡിൽ നിന്നും നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പർ ഏത് രാജ്യത്തിൻ്റെതാണോ ആ രാജ്യത്തിൻ്റെ പേര് സെലക്ട് ചെയ്യേണ്ടതാണ്. ശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതുപോലെ കാപ്ച കോഡും എൻ്റർ ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇനി അതല്ല, അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. 16 അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാം. ശേഷം കാപ്ച കോഡ് എൻ്റർ ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുക. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന പേജിൽ OTP എൻ്റർ ചെയ്യേണ്ടതുണ്ട്. നാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കും OTP ലഭിക്കുന്നതാണ്. ലഭിച്ച OTP എൻ്റർ ചെയ്യുക. അതിനുശേഷം എൻ്റർ ആൻസർ എന്നുള്ള കോളത്തിൽ ഇവിടെ ചോദ്യം കാണാവുന്നതാണ്. അതിന് ആൻസർ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് 9 × 10 എത്രയാണെന്നുള്ളതാണ്. അതിന് ആൻസർ എൻ്റർ ആൻസർ എന്നുള്ള കോളത്തിൽ എൻ്റർ ചെയ്യുക. ചിലപ്പോൾ ഇവിടെ മൈനസ് ആയിരിക്കാം, ചിലപ്പോൾ പ്ലസ് ആയിരിക്കാം. ഇവിടെ ചോദിച്ചത് എന്താണോ അതിന് ആൻസർ ആയിരിക്കും നാം നൽകേണ്ടത്. ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം അല്പസമയം കാത്തു നിൽക്കുക. അപ്പോൾ തന്നെ ഇതുപോലെ സെറ്റ് ന്യൂ പിൻ ഓർ ചേഞ്ച് പിൻ എന്നുള്ള പേജ് വരുന്നതാണ്. പുതിയ ATM പിൻ സെറ്റ് ചെയ്യാനും നിലവിലുള്ള പിന്ന് ചേഞ്ച് ചെയ്യാനുമെല്ലാം തന്നെ ചില ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി ചോദിക്കുന്നത് 16 അക്ക കാർഡ് നമ്പറാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള കാർഡ് മേൽ കാണുന്ന 16 അക്ക നമ്പറുടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സെലക്ട് കാർഡ് എക്സ്പയറി ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ മന്തും ഇയറാണ് ചോദിക്കുന്നത്. കാർഡ് മേൽ കാണുന്ന മന്തും ഇയറും കാലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം CVV നമ്പർ ചോദിക്കുന്നുണ്ട്. കാർഡിൻ്റെ പിറകിൽ കാണുന്ന 3 അക്ക CVV നമ്പർ എൻ്റർ ചെയ്യാം. അതിനുശേഷം പുതിയ ATM പിൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ പുതുതായി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 4 അക്ക ATM പിൻ ഇവിടെ എൻ്റർ ചെയ്യുക. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ATM പിൻ തന്നെ വീണ്ടും ആവർത്തിച്ച് നൽകരുത്. അതുപോലെ തന്നെ ആവർത്തിച്ച് എന്ന നമ്പറുകൾ നൽകാൻ പാടുള്ളതല്ല. 4 പ്രാവശ്യം 1 അമർത്തുക, അല്ലെങ്കിൽ 1 2 3 4 എന്നുള്ള കോമ്പിനേഷൻ, അല്ലെങ്കിൽ 1 000 2 000 ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ATM പിൻ ഒന്നും തന്നെ സെറ്റ് ചെയ്യരുത്. വ്യത്യസ്തമായിട്ടുള്ള 4 അക്ക നമ്പറായിരിക്കും നാം നൽകേണ്ടത്.
അവസാനത്തെ റീ എൻട്രി പിൻ എന്നുള്ള ഭാഗത്ത് ATM പിൻ വീണ്ടും ആവർത്തിച്ച് എൻ്റർ ചെയ്യാം. ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വീണ്ടും OTP ഓതൻറ്റിക്കേഷൻ ചോദിക്കുന്നുണ്ട്. നാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കും OTP ലഭിക്കുന്നതാണ്. ലഭിച്ച OTP എൻ്റർ ചെയ്ത് വെരിഫൈ OTP ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ OTP സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് കാണാം. ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്പസമയത്തിനകം യു ഹാവ് സക്സസ്ഫുള്ളി ചേഞ്ച് എന്നുള്ളൊരു മെസ്സേജ് ലഭിക്കുന്നതാണ്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്കും മൊബൈൽ നമ്പറിലേക്കും ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജ് ലഭിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും എറർ മെസ്സേജ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആദ്യം മുതൽ ചെയ്താൽ മതിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ പുതിയ ATM കാർഡ് ആക്റ്റീവ് ചെയ്യുന്നതും ATM പിൻ മറന്നുപോയവർക്ക് ATM പിൻ ചേഞ്ച് ചെയ്യുന്നതും. ഇതുപോലെ പ്രയോജനപ്പെടുന്ന പുതിയ വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.